നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ ന്യൂസ് 2014 വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ സ്വാഗതം എല്ലാവർക്കും. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ചില സംസ്ഥാനങ്ങളിൽ മൂന്നാം മുന്നണി തെരഞ്ഞെടുപ്പിന് മുൻപെന്ന് എ.ബി. ബർധൻ. ബീഹാറിൽ ജെഡിയുവുമായി സിപിഐ സഖ്യം. ഒഡീഷയിലും ബിജു ജനതാദളുമായി സഖ്യത്തിന് നീക്കം. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ആര്യാടനും മജീദും യോജിച്ചാലും പ്രശ്നം തീരില്ല. വയനാട്ടിൽ കോൺഗ്രസിനെ വാരാൻ ലീഗ്. പൊന്നാനിയിലും മലപ്പുറത്തും തിരിച്ചുവാരുമെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ മാത്രം ഐക്യം വേണ്ടെന്ന് മലപ്പുറത്തെ ലീഗും കോൺഗ്രസും. തെരഞ്ഞെടുപ്പിന്റെ കേളുകൊട്ടുമായി ദേശീയ നേതാക്കൾ സംസ്ഥാനത്തേക്ക്. നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്ത്. സമ്മേളനം മഹാസംഭവമാക്കാൻ ബി.ജെ.പി. സംസ്ഥാന ഘടകം. കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കമിടാൻ സോണിയാഗാന്ധി 15-ന് കൊച്ചിയിൽ. സീറ്റ് കിട്ടില്ലെന്നുറപ്പിച്ച് സോഷ്യലിസ്റ്റ് ജനത. ചർച്ചാ നാടകത്തിന് എസ്.ജെ.ഡി. ഇല്ല. തീരുമാനമറിയിച്ചാൽ മതിയെന്ന് ഷെയ്ഖ് പി ഹാരിസ്. സീറ്റ് സൗജന്യമല്ല, അവകാശമാണെന്ന് വീരേന്ദ്രകുമാർ. ഇന്ദിരാഗാന്ധി ചുവടുറപ്പിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കരുത്തു ചോർന്നു. 1967-ലെ തെരഞ്ഞെടുപ്പ് വിശേഷവുമായി ഇലക്ഷൻ ന്യൂസ് ആർക്കൈവ്സ്. ഇലക്ഷൻ ന്യൂസ് 2014 വിശദമായി. തെരഞ്ഞെടുപ്പിന് മുൻപ് ചില സംസ്ഥാനങ്ങളിൽ മൂന്നാം മുന്നണി രൂപീകരിക്കുമെന്ന് സിപിഐ നേതാവ് എ.ബി. ബർധൻ. ദേശീയതലത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമേ മുന്നണി രൂപീകരിക്കുമെന്നും ജെഡിയു നേതാവ് ശരത് യാദവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബർധൻ പറഞ്ഞു. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. രാവിലെ 11 മണിക്കാണ് ശരത് യാദവിന്റെ ദില്ലിയിലെ തുഗ്ലക് ലൈനിലുള്ള വസതിയിൽ സിപിഐ നേതാവ് എ.ബി. ബർധൻ എത്തിയത്. ഇരുവരുടെയും കൂടിക്കാഴ്ച 45 മിനിറ്റോളം നീണ്ടു. ബീഹാറിലെ ഇടതുപാർട്ടികളിൽ ഏറ്റവും ശക്തിയുള്ള സിപിഐ ജെഡിയുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച. Discussion is going on about all that, about alliance, third front, everything. And what is the strategy before that election? Will that be any front or alliance between? I don't know, but at the state levels there will be. At the state. At the state levels, at the all India level. Intention will be there, but the exact forming of it might be after the election. തമിഴ്നാട്ടിൽ AIADMKയുമായി സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒഡീഷയിൽ ബിജു ജനതാദളുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കവും ഇടതുപാർട്ടികൾ തുടങ്ങിയിരിക്കുകയാണ്. എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും കോൺഗ്രസുമായോ ബി.ജെ.പിയുമായോ സഖ്യമുണ്ടാക്കില്ലെന്ന് ജനതാദൾ യുണൈറ്റഡ് പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങളിൽ മൂന്നാം ചേരിയുമായി സഹകരിക്കുന്ന പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ജെഡിയു അധ്യക്ഷൻ ശരത് യാദവ് പറഞ്ഞു. കോൺഗ്രസ് ബി.ജെ.പി. ഇതര കൂട്ടായ്മയോട് സഹകരിക്കാൻ യു.പി.എയിൽ നിന്നും എൻ.ഡി.എയിൽ നിന്നും നിരവധി പാർട്ടികൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ശരത് യാദവ് അറിയിച്ചു. നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. സർദാർ പട്ടേലിന്റെ പ്രതിമയുണ്ടാക്കുന്ന മോദി പട്ടേലിന്റെയും ഗാന്ധിയുടെയും ആശയങ്ങൾ കണ്ടുപഠിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ വികസന അന്വേഷണ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ നടത്തിയത്. ബി.ജെ.പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ തന്നെ രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് നാന്ദി കുറിച്ചതും ശ്രദ്ധേയമായി. സർദാർ പട്ടേലിന്റെ കർമ്മമണ്ഡലമായ ബർദോളിയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പദയാത്രാ സമാപനത്തിൽ മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. സർദാർ പട്ടേൽ ने कहा जो गांधी जी ने कहा उसको ना ये समझते हैं ना उसके बारे में उन्होंने पढ़ा है, मूर्ति बनाना चाहते हैं. ഗാന്ധിജിയെ കൊന്ന RSS പ്രസ്ഥാനത്തിന്റെ ആശയഗതി വിഷം നിറഞ്ഞതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബി.ജെ.പിയുടെ ചായ് പർ ചർച്ച പ്രചരണ ക്യാമ്പയിനെയും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. किसान की इज्जत करनी है, मजदूर की इज्जत करनी, मगर जो उल्लू बनाता है उसकी इज्जत नहीं करनी. നരേന്ദ്രമോദി കൊട്ടിഘോഷിക്കുന്ന ഗുജറാത്തിന്റെ വികസനം എവിടെയെന്ന് അന്വേഷിക്കുന്ന യാത്രയാണ് വികാസ് ഗോജ് യാത്രയിലൂടെ യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിട്ടത്. കർഷക ആത്മഹത്യകളും രൂക്ഷമായ കുടിവെള്ളക്ഷാമവും അടക്കം വികസനാന്വേഷണ യാത്രയുടെ കണ്ടെത്തലുകളും രാഹുൽ ഗാന്ധി സമാപന സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. कितने कन्विक्टेड मंत्री हैं मुझे बताओ जरा? 3 जेल की हवा खाते पे यहाँ मंत्री बनते हैं और बात होती है भैया भ्रष्टाचार की बात होती है. 6 बिल पड़े पार्लियामेंट हाउस में. വേണ്ടി വന്നാൽ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ പൊതുസമ്മേളനത്തിൽ മോദിക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് മൂർച്ചയേറിയെന്നതും ശ്രദ്ധേയമായി. സർദാർ പട്ടേലിന്റെ കൂറ്റൻ പ്രതിമകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് നരേന്ദ്രമോദി സർദാർ പട്ടേലിന്റെയും ഗാന്ധിജിയുടെയും ആശയങ്ങൾ പഠിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഗുജറാത്തിൽ നിന്നും ക്യാമറമാൻ രാകേഷ് തിരുമലയ്ക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, ഏഷ്യാനെറ്റ് ന്യൂസ്. രാഹുൽ ഗാന്ധിയുടെ ഗുജറാത്ത് സന്ദർശനം ഗുജറാത്തിന്റെ ടൂറിസം മേഖലയെ മാത്രമാണ് സഹായിക്കാൻ പോകുന്നതെന്ന് ബി.ജെ.പി. കോൺഗ്രസാണ് ചരിത്രത്തിൽ കലാപങ്ങൾക്ക് കൂട്ടുനിന്ന കക്ഷിയെന്നും ബി.ജെ.പി. വക്താവ് നിർമ്മല സീതാരാമൻ ദില്ലിയിൽ പറഞ്ഞു.
വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ പരിഹാസം. ബിജെപിയെയും അതിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയെയും എങ്ങനെ നേരിടണമെന്നറിയാതെ കോൺഗ്രസ് പകച്ചു നിൽക്കുകയാണെന്ന് അവർ പറഞ്ഞു. राहुल जी उनके अपने विजिट अच्छा करके आए, गुजरात के टूरिज्म के लिए वो काम में आएगा. കലാപങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ബിജെപി അല്ല, കോൺഗ്രസ് ആണ്. 1984 സിക്യൂരിത കലാപത്തിൽ കോൺഗ്രസുകാർ പങ്കെടുത്തിരുന്നുവെന്ന് രാഹുൽ തന്നെ സമ്മതിച്ചതാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി വിറയ്ക്കുമെന്നാണ് രാജീവ് ഗാന്ധിയും സിഖ് കലാപത്തെക്കുറിച്ച് പറഞ്ഞതെന്നും അവർ ഓർമ്മിപ്പിച്ചു. ഇലക്ഷൻ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കായി UPA അധ്യക്ഷ സോണിയാഗാന്ധി ഈ മാസം 14-ന് കൊച്ചിയിലെത്തും. 15-ന് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികൾക്ക് സോണിയാഗാന്ധി തുടക്കം കുറിക്കും. പുതിയ KPCC പ്രസിഡന്റിനെ ചടങ്ങിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ലക്ഷദ്വീപിൽ നടക്കുന്ന കോൺഗ്രസ് കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷമാണ് UPA അധ്യക്ഷ സോണിയാഗാന്ധി കൊച്ചിയിലെത്തുക. എറണാകുളം കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന KPCCയുടെ സമ്പൂർണ്ണ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് കൊച്ചിയിലെത്തുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പാർട്ടിയുടെ പ്രചരണ പരിപാടികൾ ഇതോടുകൂടി ആരംഭിക്കുന്നതാണ്. കോൺഗ്രസ് പാർട്ടിയും ആരംഭിക്കാൻ പോകുന്ന പ്രചരണങ്ങൾക്കുള്ള തുടക്കമാണ് ശ്രീമതി സോണിയാഗാന്ധി ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ കിട്ടുന്ന സ്വീകരണത്തെക്കാൾ മികച്ച ആവേശത്തോടെ സോണിയാഗാന്ധിയെ സ്വീകരിക്കാനാണ് KPCC തയ്യാറെടുക്കുന്നത്. ഇതിനായി ബെന്നി ബെഹനാൻ ചെയർമാനായി 101 പേരടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ചു. കൊച്ചിയിലെ പരിപാടിക്ക് ശേഷം കൊല്ലത്ത് INTC-യുടെ പരിപാടിയിലും UPA അധ്യക്ഷ പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും ദില്ലിയിലേക്ക് മടങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയം നേരിടുന്ന പ്രതിസന്ധിക്ക് ബദൽ BJPയാണെന്ന് ബോധ്യപ്പെടുത്താൻ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് കഴിയുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരാനെത്തുന്ന നരേന്ദ്രമോദിയെ വരവേൽക്കാൻ തലസ്ഥാന നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. കടൽ തീരത്തൊരുക്കിയ പടുകൂറ്റൻ സമ്മേളന പന്തൽ, പാറിപ്പറക്കുന്ന കാവി പതാകകൾ, ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്താൻ ദേശീയ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യം, കർശന സുരക്ഷാ സംവിധാനങ്ങൾ, ആവേശമായി യുവമോർച്ച പ്രവർത്തകരുടെ ബൈക്ക് റാലി. നരേന്ദ്രമോദിയുടെ വരവ് ശംഖുമുഖത്തൊരുക്കുന്നത് ആവേശത്തിന്റെയും ആഘോഷത്തിന്റെയും കാഴ്ചകളാണ്. കേരള രാഷ്ട്രീയം നേരിടുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ മോദിയുടെ വാക്കുകൾക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP സംസ്ഥാന നേതൃത്വം. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒത്തുകളി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ജനാഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ രണ്ട് ശക്തികൾക്കും പകരം വെക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ സന്ദർശനം പ്രയോജനപ്പെടും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശംഖുമുഖത്ത് വൈകിട്ട് 6-നാണ് പൊതുസമ്മേളനം. 5 ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തുമെന്നാണ് പാർട്ടി പറയുന്നത്. സമ്മേളന ശേഷം വിവിധ സാമൂഹിക മത സംഘടനാ നേതാക്കളുമായി മോദി ചർച്ച നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂരിൽ കാവിക്കൊടി മാത്രം പാറിയ പ്രദേശങ്ങളിൽ ചെങ്കൊടി ഉയർത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ നിന്ന് 7000 വോട്ട് CPMന്റെ പെട്ടിയിൽ എത്തിക്കുമെന്നാണ് OK വാസുവും അശോകനുമടക്കം പുതിയ സഖാക്കൾ അവകാശപ്പെടുന്നത്. വടകരയിൽ RMP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ ഈ പുതിയ തന്ത്രം സഹായിക്കുമെന്നാണ് CPMന്റെയും കണക്കുകൂട്ടൽ. കണ്ണൂരിൽ CPMന് ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ചെമ്പതാക മാത്രം ഉയർത്താൻ അവകാശമുള്ള ഇടങ്ങൾ. അതുപോലെ BJPക്കുണ്ടായിരുന്ന പാർട്ടി ഗ്രാമങ്ങളാണ് അമ്പാടിമുക്കും ചെറുവാഞ്ചേരിയും. നാളിതുവരെയായി ചെറുവാഞ്ചേരിയിൽ CPMന് ബ്രാഞ്ച് കമ്മിറ്റി പോലും രൂപീകരിക്കാനായിട്ടില്ല. ഇവിടെയാണിപ്പോൾ തെരുവുകൾ കാവിമാറ്റി ചുവപ്പണിയുന്നതും പാർട്ടി ഓഫീസ് തുറക്കുന്നതും. ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പോലും ഇല്ലാത്തിടത്ത് പാർട്ടി ഓഫീസ് തുറക്കുന്നത് പതിവുള്ള കാര്യമല്ല. BJP വിട്ടുവന്ന സഖാക്കൾക്ക് വേണ്ടിയാണ് പുതിയ ഓഫീസ്. ഈ മാറ്റം തെരഞ്ഞെടുപ്പിലും കാണാമെന്നാണ് A. അശോകനും വാസു മാസ്റ്ററും പറയുന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഒരു 10,000-ലധികം വോട്ട് BJPക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് CPMന് അനുകൂലമായി വരാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മൾ കണക്കുകൂട്ടൽ. ചെറുവാഞ്ചേരി ഉൾപ്പെടുന്ന കണ്ണൂരിലെ പാട്യം പഞ്ചായത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ്. ഈ മേഖലയിലെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ മാത്രം 3000-ലധികം വോട്ട് BJPയുടേതായുണ്ട്. ഇതിലാണ് CPM കണ്ണുവെക്കുന്നത്. വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPMന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇത്തവണ കഴിഞ്ഞ വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച് CPM അജയ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ മുന്നോട്ട് പോകും. ആ പോക്കിൽ ചെറുവാഞ്ചേരിയും നല്ലൊരു പങ്ക് നിർവഹിക്കാൻ പോവുകയാണ്. OK വാസു അടക്കമുള്ളവരുമായി കൂട്ടുചേരുന്നതിനെ രക്തസാക്ഷി കുടുംബങ്ങളടക്കം എതിർത്തിട്ടും CPM സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി പഴയ BJP പ്രവർത്തകരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് വടകര ലക്ഷ്യം വെച്ചാണ്.
RMPയുടെ ശക്തിപ്രകടനത്തിൽ കഴിഞ്ഞ തവണ അടിതെറ്റിയ പ്രദേശമാണ് വടകര. ഇത്തവണ അതുകൂടി മുന്നിൽ കണ്ട് വോട്ട് ബാങ്ക് വലുതാക്കാനാണ് ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. UDF-മായി സീറ്റ് ചർച്ചയെന്ന നാടകത്തിന് സോഷ്യലിസ്റ്റ് ജനത ഇനിയില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞു. ഇനി സീറ്റ് തീരുമാനിച്ച് UDF അറിയിച്ചാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ലോക്സഭാ സീറ്റ് UDF-ന്റെ സൗജന്യമല്ല, SJDക്ക് അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി അധ്യക്ഷൻ MP വീരേന്ദ്രകുമാറും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായത് SJD കൂടി മുന്നണിയിൽ ഉണ്ടായതുകൊണ്ടാണെന്ന് MP വീരേന്ദ്രകുമാർ പറഞ്ഞു. നമ്മളും കൂടെ നിന്ന് സിറ്റിംഗ് സീറ്റുകൾ ഉണ്ടായാൽ ആ സിറ്റിംഗ് സീറ്റുകൾക്ക് ഒരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ടതും അതിന് ഉത്തരവാദികളായിട്ടുള്ള ഞങ്ങളെപ്പോലത്തുള്ള പാർട്ടികൾ മറ്റൊരു വിധത്തിൽ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറയുന്നതിൽ രാഷ്ട്രീയമായൊരു ന്യായീകരണമില്ല. അതേസമയം ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ കടുത്ത ഭാഷയിലാണ് SJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസിന്റെ പ്രതികരണം. ഈ 3 ചർച്ചയിലായിട്ടും AICCയുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ ഇനി AICCയുടെ മറുപടി കിട്ടിയതിന് ശേഷം നമ്മളടുത്ത് പറഞ്ഞാൽ മതി ആ മറുപടി എന്താണെന്ന്. അപ്പോൾ ഞങ്ങൾ വന്നിരുന്ന് പ്രതികരിക്കാം. അല്ലാതെ ഒരു നാടകത്തിന്റെ കളിയുടെ ഭാഗമായി ചുമ്മാ ചർച്ചയ്ക്ക് വരിക, AICC മറുപടി പറയണമെന്ന് പറയുക, ഇനി ഞങ്ങൾ അതിന് തയ്യാറല്ല. സീറ്റ് കിട്ടാൻ മുല്ലപ്പള്ളിയുടെ ഔദാര്യം SJDക്ക് വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. 123 വില്ലേജുകളെ പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിച്ച നടപടി കേന്ദ്ര സർക്കാർ തിരുത്തിയില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് PJ ജോസഫ്. കേസ് ഹരിത ട്രിബ്യൂണൽ പരിഗണിക്കുന്നതിന് മുൻപ് നടപടിയെടുക്കണമെന്നും PJ ജോസഫ് തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തുടരുന്നു. ഇനി വോട്ടർമാർ സംസാരിക്കുന്നു. രാഷ്ട്രീയ രംഗത്തെ ഓരോ ചലനങ്ങളെയും സജീവമായി വിലയിരുത്തുന്നുണ്ട് ക്യാമ്പസുകൾ. രാജ്യത്ത് മൂന്നാം മുന്നണിയുടെ സാധ്യതകൾ എത്രമാത്രമുണ്ട്? തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ പ്രതിനിധി സംഗീത് മോഹനുമായി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നു. പാർലമെന്റ് ഇലക്ഷൻ പടിവാതിൽക്കലെത്തുമ്പോൾ ഏറ്റവും ചൂടേറിയ വാഗ്വാദങ്ങളും ചർച്ചകളും നടത്തുന്നത് ക്യാമ്പസുകളിലാണ്, പ്രത്യേകിച്ചും നിയമ വിദ്യാർത്ഥികൾക്കിടയിൽ. കേന്ദ്രത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന മൂന്നാം മുന്നണിയെക്കുറിച്ച് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എന്ത് ചിന്തിക്കുന്നുവെന്ന് നമുക്ക് ചോദിക്കാം. കേന്ദ്രത്തിൽ ഇപ്പോൾ മൂന്നാം മുന്നണി എന്നുള്ള ബദൽ രാഷ്ട്രീയം ഉയർന്നു വരുന്നു. എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ? ഈ മൂന്നാം മുന്നണി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്നെ പോലത്തെ എല്ലാ യുവതലമുറകളെല്ലാം തന്നെ തീർച്ചയായിട്ടും അംഗീകരിക്കുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അതേപോലെ തന്നെ നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു ബദൽ സംവിധാനമാണ് മൂന്നാം മുന്നണി എന്ന് വെച്ചാൽ. കോൺഗ്രസ് ആയാലും BJP ആയാലും മറ്റ് ഏതായാലും പോലും ഇപ്പോൾ അക്രമ രാഷ്ട്രീയവും അഴിമതികളിലും കുളിച്ചു നിൽക്കുകയാണ്. പ്രാദേശികമായിട്ടുള്ള പാർട്ടികൾ ചേർന്നുണ്ടാക്കുന്ന ഈ ഒരു മൂന്നാം മുന്നണിക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമായി തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് ഉൾപ്പെടെ അഴിമതി എന്നതിന് ഉപരിയായിട്ട് ഇവർക്ക് കിട്ടുന്ന 1-2 സീറ്റുകളാണ്. ഈ 1-2 സീറ്റുകൾ വെച്ചിട്ട് മുഖ്യധാരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിലപേശാനും അത് അവരെ സമ്മർദ്ദത്തിലാക്കാൻ ഈ പ്രാദേശിക പാർട്ടികൾക്ക് വളരെയധികം കഴിയുന്നുണ്ട്. ആം ആദ്മി പാർട്ടി എന്താണ് അവരുടെ ഫോറിൻ പോളിസി, ഇവരുടെ എക്കണോമിക് സ്ട്രാറ്റജി എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളിൽ അവർക്ക് വ്യക്തമായ നിലപാടുകളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെപ്പോലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഈ ആം ആദ്മി പാർട്ടിയുള്ള പാർട്ടികളെ തള്ളിക്കളയുന്നത്. ഈ കോൺഗ്രസിനെ വെറുക്കുവാനുള്ള ഏറ്റവും വലിയ കാരണം അവർ ഇലക്ഷൻ്റെ സമയത്ത് പറയുന്ന പല കാര്യങ്ങൾ, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർ നടപ്പാക്കുന്നില്ല. മോഡി ഇവർ ചിലർ ഉയർത്തിക്കാട്ടുന്നു രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കായി ഒരു പുതിയ നേതാവിന്. സ്വന്തം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനാകാത്തൊരു നേതാവിന് എങ്ങനെയാണ് 130 കോടി ജനങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്നത്? വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയമല്ല ഇന്ത്യയിൽ ഇനി ആവശ്യമുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തി, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി മോഡി എന്നൊരു വ്യക്തി, ഇവർ രണ്ടുപേരുടെയും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വോട്ട് പിടിക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ ആവശ്യമുള്ളത് അത്തരത്തിലൊരു വ്യക്തി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയമല്ല. മോഡിയെ പോലൊരു നേതാവ് ഇന്ത്യ ഭരിക്കുകയാണെങ്കിൽ ഗുജറാത്തിൽ നമ്മൾ കണ്ട ഒരു വികസനമുണ്ടല്ലോ, അത് ഇന്ത്യ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. വികസനം എന്നും താഴെത്തട്ടിൽ നിന്ന് വേണം തുടങ്ങാൻ. അവിടെ ഇഷ്ടം പോലെ ദളിതരും പാവപ്പെട്ടവരും അവിടെ പട്ടിണി പാവങ്ങളും ഒരു ദിവസത്തെ ഭക്ഷണം പോലും കിട്ടാതെ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഗുജറാത്തിലുള്ളത്. ക്യാമ്പസുകളിൽ ചർച്ച സജീവമാണ്. അഴിമതിയില്ലാത്ത ഭരണത്തിനായിരിക്കണം ഓരോ വോട്ടും എന്നും ക്യാമ്പസ് വിലയിരുത്തുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഇബ്രാഹിം ഖലീലിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ബാലറ്റ് പെട്ടിയുടെ കഥകൾ കൗതുകകരമാണ്. ചരിത്രത്തിലിടം നേടിയ പോരാട്ടങ്ങളുമായി പാർലമെന്റ് സ്ട്രീറ്റ്.
ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷം ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരുന്നു. 1967 ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇന്ദിരാഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ കരുത്തയാവുന്നത്. കോൺഗ്രസിലെ ഉൾപാർട്ടി പോര് അതിശക്തമായിരുന്നു. മൊറാർജി ദേശായിയുടെ പ്രധാനമന്ത്രി പദമോഹം ഇല്ലാതാക്കിയ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു വലിയ വിഭാഗം നേതാക്കൾ. ഇപ്പുറത്ത് 49-കാരിയുടെ ചെറുപ്പവും ചുറുചുറുക്കുമായി ഇന്ദിരാഗാന്ധി. സംസ്ഥാനങ്ങളിലും ശക്തമായ ചേരിതിരിവ്. പക്ഷേ ദേശീയതലത്തിൽ കോൺഗ്രസിനെ എതിരിടാനുള്ള സഖ്യമോ ശക്തിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കടക്കം ഉണ്ടായിരുന്നില്ല. 8 ദേശീയ പാർട്ടികളടക്കം 26 പാർട്ടികൾ മത്സരരംഗത്ത്. കോൺഗ്രസിന് കിട്ടിയത് 283 സീറ്റ്. 361 നിന്നായിരുന്നു ഈ പതനം. പഴയ ആ പ്രതാപത്തിലേക്ക് പിന്നീട് ഒരിക്കലും കോൺഗ്രസ് പോയിട്ടില്ല. കേരളം, തമിഴ്നാട്, ബീഹാർ, പഞ്ചാബ് എന്നിവയടക്കം 8 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര സർക്കാർ. ഭരണം കിട്ടിയ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. തുടർന്ന് മൊറാർജി ദേശായിയെ ഉപപ്രധാനമന്ത്രിയാക്കി. എന്നിട്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കുറഞ്ഞു വരികയായിരുന്നു. ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള യുവതുർക്കി സംഘത്തെ മുൻനിർത്തി ഇന്ദിര മൊറാർജിയെ നേരിട്ടു. ഈ ഭിന്നത വളർന്ന് കോൺഗ്രസിനെ പിളർത്തി. അധികാരം ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കുന്നതിന്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു അത്. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആര്യാടൻ മുഹമ്മദും മുസ്ലിം ലീഗും തമ്മിൽ ധാരണയ്ക്ക് ശ്രമിക്കുമ്പോഴും ഒരു ഒത്തുതീർപ്പിനും ഇല്ലെന്ന ഉറച്ച നിലപാടിലാണ് മലപ്പുറത്തെ കോൺഗ്രസ്, ലീഗ് എന്നിവയുടെ പ്രവർത്തകർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പരസ്പരം കാലുവാരാമെന്നുള്ള ആലോചനയിലാണ് ഇരു പാർട്ടികളിലെയും വലിയൊരു വിഭാഗം പ്രവർത്തകർ. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദും മുസ്ലിം ലീഗും തമ്മിലുള്ള നേർക്കുനേർ പോർവിളിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 5ാം മന്ത്രി വിവാദത്തിൽ ആര്യാടൻ മുഹമ്മദ് കക്ഷി ചേരുകയും മുസ്ലിം ലീഗ് മറുപടി നൽകുകയും ചെയ്തതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൈവിട്ടു. ഇതോടെ പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ കാലുവാരി തോൽപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരും വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തകരും കച്ചമുറുക്കി. കോൺഗ്രസിൻ്റെ വികാരങ്ങൾ തട്ടിയുണർത്തി ഒരു വർഗീയവാദികൾക്കെതിരെയുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ വോട്ട് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പ്രതികരണം ആണ് ഞങ്ങളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആര്യാടനുമായി പ്രശ്നമൊന്നുമില്ലെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട്. നേതാക്കൾക്ക് ജയിക്കാൻ വേണ്ടി മാത്രം അവസാന നിമിഷമുണ്ടാക്കുന്ന ഈ ധാരണയ്ക്ക് പക്ഷേ മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും സാധാരണ പ്രവർത്തകർ അത്ര ചെവി കൊടുക്കുന്നില്ല. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും കാണാം. സന്ദർശിക്കുക www.asianetnews.tv/Janavidi 2014. യുവ വോട്ടർമാരുടെ അഭിപ്രായം തേടിയുള്ള ചോദ്യങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും കാണാം.